മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശവുമായി കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയുടെ ജില്ലാ സ്വീകരണം 14-ന് കായംകുളത്ത് നടക്കും. കായംകുളം എൽമെക്സ് ഗ്രൗണ്ടിൽ വൈകിട്ട് 4-നാണ് സ്വീകരണ സമ്മേളനം. ഒരുക്കങ്ങൾ അന്ത്യഘട്ടത്തിലാണെന്ന് സംഘാടകർ അറിയിച്ചു. മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശവുമായി കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയുടെ ആലപ്പുഴ ജില്ലാ സ്വീകരണ സമ്മേളനം 14-ന് കായംകുളത്ത് നടക്കും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അന്ത്യഘട്ടത്തിലാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ അടുത്ത ബുധനാഴ്ച 14-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് നമ്മുടെ കായംകുളത്ത് എൽമെക്സ് ഗ്രൗണ്ടിൽ നടക്കുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന ഈ മഹത്തായ പ്രമേയം അതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഇന്നത്തെ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഇന്ന് മനുഷ്യർ തമ്മിൽ എല്ലാ തരത്തിലുമുള്ള അകൽച്ച, മാതാപിതാക്കൾ തമ്മിലാണെങ്കിലും കുടുംബങ്ങൾ തമ്മിലാണെങ്കിലും മറ്റുള്ളവർ തമ്മിലാണെങ്കിലും എല്ലാവരുമായി അകന്ന് ജീവിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണും ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ ബന്ധം ഇല്ലാതായി പോകുന്ന സാഹചര്യത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ എല്ലാ മനുഷ്യരും ചേർത്ത് പിടിച്ചുകൊണ്ട് ജാതി മത രാഷ്ട്രീയ കക്ഷി വ്യത്യാസമന്യേ എല്ലാവരും മനുഷ്യരെല്ലാം ആദമിൻ്റെ മക്കളാണ് എന്നുള്ള മുഹമ്മദ് നബിയുടെ പ്രവചനം അനർത്ഥമാക്കിക്കൊണ്ട് എല്ലാ ജനങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി ആരെയും ഒരു തരത്തിലും ആക്രമിക്കാതെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ കുറേ ആരാധനാകർമ്മങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അതോടൊപ്പം തന്നെ തൻ്റെ നാവ് കൊണ്ടോ തൻ്റെ ശരീരം കൊണ്ടോ ആർക്കും യാതൊരു ഉപദ്രവം ഏൽപ്പിക്കാൻ പാടില്ല എന്നാണ് പ്രവാചക അധ്യാപനം. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ പോലും ഇദ്ഫാ ബില്ലത്തി ഹിയ അഹ്സൻ, തിന്മയെ നന്മ കൊണ്ട് പ്രതികരിക്കണമെന്നുള്ള വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ള ഈ മഹത്തായ സന്ദേശം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന എന്നല്ല ലോകപ്രശസ്തരായ പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രഥമഘടനീയനായ സുൽത്താൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവറുകൾ ഈ മഹത്തായ ലക്ഷ്യം മുന്നിട്ട് നിർത്തിക്കൊണ്ട് കേരള യാത്ര ആരംഭിച്ച് ഇന്ന് മലപ്പുറം തിരൂരിൽ സമ്മേളനം ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 333 സെന്റിനറി ഗാർഡ് അംഗങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക വിങ്ങാണ് സെന്റിനറി ഗാർഡ്. അവരുടെ അകമ്പടിയോടുകൂടി കായംകുളത്തേക്ക് വരികയാണ്. ഏകദേശം 100-ഓളം വാഹനങ്ങൾ, 100-ലധികം വാഹനങ്ങൾ അകമ്പടിയോടുകൂടിയാണ് വരുന്നത്. 4:30 മണി മുതൽ പരിപാടി ആരംഭിക്കും. ഒമ്പിച്ച ആലപ്പുഴ ജില്ലയിൽ SYS-നും മുസ്ലിം ജമാഅത്തിനും SSF-നും കൂടി 10,000-ത്തിലധികം മെമ്പർഷിപ്പ്, ഔദ്യോഗിക മെമ്പർഷിപ്പുള്ള മെമ്പർമാരാണുള്ളത്. ഏകദേശം അത്രയും തന്നെ ആണുങ്ങൾ മാത്രമാണ്. ഒരു 10,000-ത്തിനടുത്ത് തന്നെ ആളുകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ പ്രചരണങ്ങളും മറ്റും കായംകുളത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ നടന്നു വരുന്നു. കഴിഞ്ഞ ദിവസം എക്സലൻസി മീറ്റ് വളരെ വിജയകരമായ നിലക്ക് കായംകുളത്തെ പൗരപ്രമുഖരും പത്രപ്രവർത്തകരും പത്തനംതിട്ട ജില്ലയിലെ സ്വീകരണം കഴിഞ്ഞാണ് ആലപ്പുഴ വരുന്നത്. ആയതിനാൽ പത്തനംതിട്ടയിൽ സ്വീകരണവും കഴിഞ്ഞിട്ട് ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയിൽ ചേരേണ്ട ആദിക്കട്ടകുളങ്ങര കഴിഞ്ഞ് ചാരുമൂടിൽ നിന്നാണ് ഈ യാത്രാ സംഘത്തെ കായംകുളത്തേക്കുള്ള സ്വീകരണത്തിന് ജില്ലാ കമ്മിറ്റി തയ്യാറെടുത്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സെന്റിനറി ഗാർഡിൻ്റെ അകമ്പടിയോടുകൂടി വിവിധ വാഹനങ്ങളോട് കൂടിയുള്ള സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. സ്വീകരണ സ്ഥലമായ എൽമെക്സ് ഗ്രൗണ്ടിൽ എത്തിച്ചേരുമ്പോൾ ചരിത്രപ്രസിദ്ധമായ പൊതുയോഗം ആരംഭിക്കുകയും അതിലെ വിവിധ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്നതുമാണ്. കായംകുളം എൽമെക്സ് ഗ്രൗണ്ടിൽ വൈകിട്ട് 4-നാണ് സ്വീകരണ സമ്മേളനം നടക്കുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ശതാബ്ദിയുടെ ഭാഗമായി കാസർഗോഡ് നിന്നാണ് യാത്രാ പ്രയാണം ആരംഭിച്ചത്. സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവർ യാത്രയുടെ ഉപനായകരാണ്. വ്യത്യസ്ത മതരാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ നിലനിൽക്കുമ്പോഴും പരസ്പര കരുതലും സ്നേഹവും കാത്തുസൂക്ഷിക്കുന്ന സമൂഹ സൃഷ്ടിയാണ് കേരള യാത്രയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്തിന്റെ മാതൃസംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് 100 നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ 2026-ൽ സമസ്തയുടെ സമ്പൂർണ്ണ സമ്മേളനം നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ എ ത്വാഹ മുസ്ലിയാർ, ജെ നിസാർ സഖാഫി, ഹുസൈൻ മുസ്ലിയാർ, അബ്ദുൽ ഖയ്യൂം, എസ് അനീസ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.